സ്നേഹയുടെ കഥ കേൾക്കാം. അങ്ങനെ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ അവിടെ മുഴുവൻ ആളുകളായിരുന്നു. ഇവരുടെ അമ്മയുടെ അനുജത്തിയുടെ മകൻ, അവരുടെ അനിയത്തി, പിന്നെ അമ്മാവൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയുടെ ആങ്ങളയും അനുജത്തിയും എല്ലാവരും വേറെ വേറെ റൂമിലാണെങ്കിലും എപ്പോഴും ഈ വീട്ടിലാകും ഉണ്ടാവുക. അവർ ആഹാരം ഒന്നും വയ്ക്കുന്നുണ്ടായിരുന്നില്ല, ഒക്കെ പുറത്തുനിന്നും വാങ്ങി കഴിക്കലാണ്. അതുപോലെ തുണിയൊക്കെ പുറത്തു കൊടുത്ത് വാഷ് ചെയ്യുകയാണ് പതിവ്. സ്നേഹയ്ക്ക് അവരുടെ കമ്പനിയിൽ ഒരു ജോലി കിട്ടി. രാവിലെ 7-ന് വണ്ടി വന്ന് കൊണ്ടുപോകും. സ്നേഹയ്ക്ക് ഇത്തിരി ചോറ് കഴിക്കാൻ തോന്നി. നോക്കിയപ്പോൾ മണ്ണെണ്ണ സ്റ്റൗ ഇരിപ്പുണ്ട്. അത് കത്തിക്കാതെ ഇരുന്നത് കൊണ്ട് കേടായിരുന്നു. ഒന്ന് തുടച്ച് അഴിച്ച് അറിയാവുന്നതുപോലെയൊക്കെ നന്നാക്കി കത്തിച്ചപ്പോൾ കത്തുന്നുണ്ടായിരുന്നു. സുനിലിനോട് അരി വാങ്ങാൻ പറഞ്ഞു. വാങ്ങി വന്നു. വലിയ കാര്യമായി അടുക്കളപ്പണിയൊന്നും സ്നേഹയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആ പണിയൊന്നും ചെയ്തിട്ടില്ല. അമ്മയും വലിയമ്മയും ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല. പയ്യെ പുറത്തു നിന്നുള്ള ആഹാരം എല്ലാവരും നിർത്തി. രാവിലെ പാൽ വാങ്ങി ചായ ഇട്ട് കൊടുത്തു. എല്ലാവർക്കും ചോറും കറിയും വെച്ചു. ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതും ഉണ്ടാക്കി കൊണ്ടുപോയി. വൈകിട്ട് വന്നാൽ കുറച്ചു മാറി ബോർവെല്ലുണ്ട്. കുടത്തിൽ വെള്ളവും കൊണ്ടുവന്ന് കട്ടിലിന് കീഴെ സ്റ്റോക്ക് ചെയ്തു. എല്ലാവരുടെയും തുണിയൊക്കെ അലക്കി ഉണങ്ങി വെച്ചു. ഇതൊന്നും ആ അനിയത്തിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് സ്നേഹയോട് വഴക്കിന് വരുമായിരുന്നു അവൾ. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞതുപോലെ വന്ന് കൊണ്ടുപോയ ആൾക്ക് സ്നേഹയേക്കാൾ കാര്യം ആ അനിയത്തിയായിരുന്നു. ഇവർക്കൊരു പെങ്ങൾ കൂടിയുണ്ട്. അതിനെ കെട്ടിച്ചു വിട്ടതാ. പുള്ളിക്കാരി വെള്ളിയാഴ്ച വന്നാൽ തിങ്കളാഴ്ചയേ പോകൂ. ഇടത്തും വലത്തും ആൾ വേണം പുള്ളിക്കാരിക്ക്. എപ്പോഴും സ്നേഹയോട് എന്തെങ്കിലും പണി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്നേഹയോട് ഫലത്തിൽ സുനിക്കല്ലാതെ ആർക്കും സ്നേഹയെ ഇഷ്ടമായിരുന്നില്ല. അവർക്കൊക്കെ നല്ല ഡ്രസ്സ് എടുത്താൽ ഏറ്റവും കുറഞ്ഞ വിലയുടെ എന്തെങ്കിലുമാണ് സ്നേഹയ്ക്ക് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഇവിടെ നിന്നും വന്നു കൊണ്ടുപോയ ആളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മില്ലിൽ നിന്നും പറഞ്ഞ് നെയ്യിച്ച് മഞ്ഞ പട്ടുസാരിയൊക്കെ അവർക്കെല്ലാവർക്കും വാങ്ങിച്ചു. സ്നേഹയ്ക്ക് മാത്രമില്ല ഒരു പാണ്ടിസാരി. കുറേ തിളക്കമുള്ളത് വാങ്ങിത്തന്നു. അന്ന് സ്നേഹ വല്ലാതെ രാത്രിയിൽ പുറത്തിരുന്ന് കരഞ്ഞു. പിറ്റേ ദിവസം സുനി പോയി ഒരു ചുരിദാർ വാങ്ങി വന്നു. അവർ സാരി ഉടുക്കുമ്പോൾ നീൽ ചുരിദാർ ഇട്ടോ എന്ന് പറഞ്ഞു. അത് നല്ലതായിരുന്നു. സ്നേഹയ്ക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. സ്നേഹ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുമായിരുന്നു എംപ്ലോയ്മെൻറ്റിൽ നിന്ന് തൊഴിൽ രഹിത വേതനം വാങ്ങാൻ. അപ്പോൾ 2 ദിവസം നിന്നിട്ട് പോകും. അപ്പോൾ ആ പയ്യൻ പറയും, നിന്നെ ഞാനാണ് കല്യാണം കഴിക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ സ്നേഹയ്ക്ക് നല്ല ദേഷ്യം വരും. എന്നെ കെട്ടിയാൽ നിൻ്റെ വീട്ടിലുള്ളവരെ മണ്ണെണ്ണ ഒഴിച്ചു ഞാൻ തീ കൊളുത്തും എന്നൊക്കെ ദേഷ്യത്തോടെ പറയുമായിരുന്നു. ബാക്കി അടുത്തതിൽ.